ഇന്ന് നമുക്ക് വൈകുന്നേരമായപ്പോൾ പെട്ടെന്നൊരു പൂതി കേട്ടോ, കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. പക്ഷേ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള ഐറ്റംസോ ഒന്നുമില്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടിയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ നെയ്ച്ചോറിൻ്റെ അരി ഞാൻ 2 ഗ്ലാസ് ഇട്ടെടുത്തുള്ളത്. ആ 2 ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിച്ച് ഒന്ന് കഴുകിയെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കപ്പിലൊരു 4 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് ഒരു ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് ഞാൻ അതേ കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുത്താൽ ചൂടായതിൻ്റെ ശേഷം എല്ലാ ഐറ്റംസ് വെച്ചിട്ടാണ് കേട്ടോ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആരും ഇതിന് പൊങ്കാലിടാനായിട്ട് വരണ്ട. ഞാനിതേ പട്ടയും കരയാമ്പും ഏലക്കായും ഒന്ന് ചൂടായതിൻ്റെ ശേഷം പിന്നെ അതിലേക്ക് സബോളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മാത്രമാണ്, എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പം നല്ലോണം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ചോറല്ല അരി ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരിയിലത്തെ വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ സബോള വാട്ടിയിലേക്ക് അരി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം കരിഞ്ഞ് പോകുകയൊന്നും ചെയ്യരുത്, തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അരി പൊട്ടി പോകാതെ നോക്കുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറ് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തേ. എന്നിട്ട് ഞാനിത് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റായി നോക്കിയതിന് ശേഷം കുക്കർ അങ്ങനെ അടച്ച് വെച്ച് 2 വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഏറെക്കൊന്ന് പോയതിന് ശേഷം തുറന്നപ്പോഴേക്ക് ഇതേ നെയ്ച്ചോറൊക്കെ സെറ്റായിട്ടുണ്ട്. കുഴഞ്ഞു പോവോ, അധികം വെള്ളമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതേ ചിക്കനിലേക്ക് ഞാൻ മസാലയൊക്കെ ഒന്ന് പുരട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതേ എണ്ണയൊക്കെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചിക്കനൊക്കെ അങ്ങോട്ട് ഇട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ട കേട്ടോ ചിക്കൻ. അപ്പോൾ ചിക്കൻ പൊരിച്ചതും നെയ്ച്ചോറും പരിപ്പ് കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്ന് തോന്നിയൊരു പൂതിയാണ്. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ഇന്ന് തൃപ്തിയെ വിടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇതേ പരിപ്പ് കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പരിപ്പ് നമ്മൾ വെറുതെ കടുക് വെച്ചെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇതേ ചിക്കനും ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് അങ്ങോട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അവിടെ മണം വന്നപ്പോൾ തൊട്ട് തന്നെ പാത്തൂസ് തുടങ്ങിയിട്ടോ എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നെയ്ച്ചോറിൽ ഞാൻ സബോളയോ മല്ലിയിലയോ മണ്ടിപ്പരിപ്പ് മുന്തിരിയോ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പേരിനൊരു നെയ്ച്ചോറ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് പരിപ്പ് കറി വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ പരിപ്പ് കറിയും ചിക്കനും കൂട്ടിയിട്ട് അങ്ങനെ ഫുഡ് അടിച്ചു.